ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തു പാതയായ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക്. 3 അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് നേരെ ഇറാൻ വൻതോതിൽ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. എന്നാൽ ഇറാന്റെ നീക്കങ്ങളെ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ നിമിഷ നേരം കൊണ്ട് തകർത്തതായും കപ്പലുകൾ സുരക്ഷിതമാണെന്നും ട്രംപ് വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണക്കടത്തു പാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് കഴിഞ്ഞ ദിവസം അമേരിക്കൻ നാവികസേനയുടെ 3 പ്രമുഖ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളായ USS ട്രൂക്സ്റ്റൺ, USS റാഫേൽ പെരാൾട്ട, USS മാസൺ എന്നിവയ്ക്കെതിരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു. ഗൾഫ് ഓഫ് ഒമാനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കപ്പലുകളെ ലക്ഷ്യം വെച്ച് ഒരേ സമയം ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും ചെറുകിട സായുധ ബോട്ടുകളും ഉപയോഗിച്ചുള്ള ഒരു സംയോജിത ആക്രമണ രീതിയാണ് ഇറാൻ ഉപയോഗിച്ചത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും മേഖലയിലെ സമാധാനത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള ഈ പ്രകോപനം ഉണ്ടായ ഉടൻ തന്നെ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചു. തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ നീക്കത്തെ ഭീരുത്വപരമായ ആക്രമണം എന്ന് വിശേഷിപ്പിക്കുകയും അമേരിക്കയുടെ പക്കലുള്ള അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇറാനിയൻ ഡ്രോണുകളെയും മിസൈലുകളെയും നിമിഷ നേരം കൊണ്ട് തകർത്തതായി ലോകത്തെ അറിയിക്കുകയും ചെയ്തു. ആക്രമണത്തിൽ അമേരിക്കൻ കപ്പലുകൾക്ക് യാതൊരുവിധ കേടുപാടുകളും സംഭവിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ് തങ്ങളുടെ സൈനിക ശക്തിയെ പരീക്ഷിച്ച ഇറാൻ ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന കടുത്ത മുന്നറിയിപ്പും നൽകി. മേഖലയിൽ വീണ്ടും യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കുന്ന ഈ സംഭവം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴിതെളിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ ഭാഗികമായ ഉപരോധം ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ പ്രതിസന്ധിയിലാക്കിയ പശ്ചാത്തലത്തിലാണ് അമേരിക്ക പ്രൊജക്ട് ഫ്രീഡം എന്ന പേരിലുള്ള ഈ വമ്പൻ സൈനിക നീക്കം ആരംഭിച്ചത്. 2026 ഫെബ്രുവരി മുതൽ ഈ തന്ത്രപ്രധാനമായ പാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ തടസ്സപ്പെടുത്തിയത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരാനും ആഗോളതലത്തിൽ ഇന്ധനക്ഷാമം രൂക്ഷമാകാനും കാരണമായിരുന്നു. ഈ ഉപരോധം മൂലം ഗൾഫ് മേഖലയിൽ 100 കണക്കിന് വാണിജ്യ കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഈ കപ്പലുകൾക്ക് സുരക്ഷിതമായ പാതയൊരുക്കാനും മേഖലയിലെ ഇറാന്റെ സ്വാധീനം കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് US സൈന്യം തങ്ങളുടെ ദൗത്യം ശക്തമാക്കിയത്. ഈ നീക്കത്തിന്റെ ഭാഗമായി നടന്ന ഏറ്റുമുട്ടലുകളിൽ അമേരിക്കൻ നാവികസേനയെ നേരിടാൻ ശ്രമിച്ച ഇറാന്റെ 6 ചെറുകിട സായുധ ബോട്ടുകൾ US സെൻട്രൽ കമാൻഡ് തകർക്കുകയുണ്ടായി. സമാധാനപരമായ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അമേരിക്ക നടത്തുന്ന ഈ സൈനിക ഇടപെടൽ മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങൾക്കും വലിയ യുദ്ധസമാനമായ അന്തരീക്ഷത്തിനും വഴിവെച്ചിരിക്കുകയാണ്. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് അമേരിക്കയാണെന്ന ഗുരുതര ആരോപണവുമായി ഇറാൻ രംഗത്തെത്തി. US സേന ജനവാസ മേഖലകളിൽ ബോംബാക്രമണം നടത്തിയെന്നും ഇതിന് ശക്തമായി തിരിച്ചടി നൽകുമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകി. അമേരിക്കൻ കപ്പലുകൾക്ക് വൻതോതിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും അവയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നതായും ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ നയതന്ത്ര പോര് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. സംഘർഷ വാർത്തകൾ പുറത്തു വന്നതോടെ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരുകയും ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കുഴിബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടാകാമെന്ന ഭീതിയെ തുടർന്ന് വാണിജ്യ കപ്പലുകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം ഒരു സമാധാന കരാറിൽ ഏർപ്പെടാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് ആവശ്യപ്പെടുമ്പോഴും പ്രകോപനം തുടർന്നാൽ ഇറാനെ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കുമെന്ന കടുത്ത മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യം ആഗോള എണ്ണ വിതരണത്തെയും ഷിപ്പിംഗ് സുരക്ഷയെയും ഒരുപോലെ മുനയിൽ നിർത്തി. 2026 ഫെബ്രുവരിയിൽ ആരംഭിച്ച ഇറാൻ അമേരിക്ക നയതന്ത്ര സൈനിക തർക്കങ്ങൾ 1 മാസത്തെ ഹ്രസ്വമായ താൽക്കാലിക വെടിനിർത്തലിന് ശേഷം വീണ്ടും അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് പോലെയുള്ള ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു കപ്പൽ പാതയുടെ നിയന്ത്രണത്തിനായി ഇരു രാജ്യങ്ങളും നടത്തുന്ന ഈ ബലപരീക്ഷണം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിനപ്പുറം ഒരു ആഗോള പ്രതിസന്ധിയായി മാറിക്കഴിഞ്ഞു. അന്താരാഷ്ട്ര ഊർജ്ജ വിതരണ ശൃംഖലയുടെ നട്ടെല്ലായ ഈ മേഖലയിൽ നടക്കുന്ന ഓരോ സൈനിക നീക്കവും ലോകരാജ്യങ്ങളെ വലിയ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. അമേരിക്ക തങ്ങളുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളിലൂടെ ഇറാന്റെ ആക്രമണങ്ങളെ ചെറുക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് തിരിച്ചടിക്കുമെന്ന് ആവർത്തിച്ചു വ്യക്തമാക്കുന്ന ഇറാന്റെ നിലപാട് കാര്യങ്ങളെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നു. സമാധാന ചർച്ചകൾക്കായി പുതിയ നിർദ്ദേശങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യം തുടരുന്നത് ആഗോള സാമ്പത്തിക വിപണിയെയും ഷിപ്പിംഗ് മേഖലയെയും അനിശ്ചിതത്തിലാക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ സംഘർഷം എങ്ങനെ പരിഗണിക്കുമെന്നത് പശ്ചിമേഷ്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ സമാധാനത്തിന് നിർണായകമായിരിക്കും.